ബിനിൽ, തൃശൂർ കോർപ്പറേഷന് മുന്നിൽ വെളിയന്നൂർ ദേശത്തിന്റെ മനോഹരമായ പുലിച്ചുവടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരമണി കെട്ടി താളം തുള്ളി ആദ്യ ചുവടുവെപ്പുകളുമായി തൃശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ തെക്കേ ഗോപുരനടയിൽ ഓരോ പുലികളും ഇങ്ങനെ മാറി മാറി ചുവടുവെക്കുന്ന മനോഹരമായ കാഴ്ച, ഏറ്റവും മനോഹരമായ കാഴ്ച. എവിടം വരെ എത്തിയ ആവേശം, എത്രമാത്രം ആവേശത്തിലാണ് കാര്യം? നല്ല ആവേശത്തിലാണ്. വെളിയന്നൂർ ശേഷമാണ് വെളിയന്നൂർ വീണ്ടും ഇറങ്ങുന്നത്. 2 വർഷം, 12 കൊല്ലം. 12 കൊല്ലം. 2013 അവസാനം ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ലാസ്റ്റ് കൊല്ലം നമ്മളെല്ലാം ഫൈനൽ അടിച്ചാണ് ഇറങ്ങിയത്. കലിപ്പടക്കം അതാണ്. അപ്പോ ആവേശം തുടരട്ടെ. ഏതായാലും ബിനിൽ ഇങ്ങനെ മനോഹരമായ പുലിച്ചുവടുകൾ, കുട്ടിപ്പുലികൾ എങ്ങനെ ആവേശത്തോടെ വെക്കുന്നു. കുട്ടിപ്പുലി എന്തോരെയുണ്ട് ആവേശം? എങ്ങനെയാണ് ഇത്തവണ കപ്പടിക്കുമോ? കപ്പടിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നടന്നു വരികയാണ് ഓരോ പുലികൾ. ഇങ്ങനെ എണ്ണം പറഞ്ഞ പുലികളെ ഇങ്ങനെ ഓരോന്നായി ആളുകൾക്ക് മുന്നിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ് വെളിയന്നൂർ ദേശം. ഇങ്ങനെ പുലികളുടെ എണ്ണം എടുത്താൽ ഓരോ പുലികൾ, വരയൻ പുലികൾ, മഞ്ഞപ്പുലികൾ, പൂസൻ പുലികൾ, കരിമ്പുലികൾ, അങ്ങനെ വയലറ്റ് പുലികൾ, അങ്ങനെ പുലികൾ. പുലിസാറേ എന്തുണ്ട്? അടിച്ചു പൊളിക്കല, കപ്പടിക്കും. തുടങ്ങി കയറി തുടങ്ങി. ഒരു ആർപ്പ് വിളിക്കണം, ഒരു പുലികളെല്ലാം കൂടി ചേർന്നിട്ട്. അല്ല പിന്നെ ആവേശമാണ്. ഒരു പുലിയുടെ ഒരു ആർപ്പ് വേണം. ഉറപ്പായി അവിടെ കടന്നു ഞാൻ കാണാം. പുലിച്ചുവടുകൾ ഇങ്ങനെ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഓരോ പുലികളും എണ്ണി പറയുന്നത്. നമ്മൾ കാണുന്നത് വെളിയന്നൂർ ദേശത്തിന്റെ മനോഹരമായ പുലിക്കാഴ്ചകളാണ്. ഓരോ ചുവടും മുന്നോട്ട് വെച്ച് അണിയണിയായി ഇങ്ങനെ 51 പുലികൾ, എണ്ണം പറഞ്ഞ 51 പുലികൾ ഇങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വെളിയന്നൂർ ദേശത്തിന്റെ പുലിക്കളിയുടെ വെളിയന്നൂർ ദേശം സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ, തെക്കേ ഗോപുരനടയിലേക്ക് എത്തുമ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് മന്ത്രി കെ രാജനും ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികളും ചേർന്ന് ഈ പുലിക്കളിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. വലിയ തയ്യാറെടുപ്പുകൾ, മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം 9 പുലിക്കളി സംഘങ്ങൾ ഇഞ്ചോടിഞ്ചു മത്സരവുമായി തൃശൂർ സ്വരാജ് റൗണ്ടിനെ, തൃശൂർ നഗരത്തെ സാംസ്കാരിക തലസ്ഥാനത്തെ കീഴടക്കാൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ്. മാസങ്ങൾ നീണ്ട സംഘാടനമുണ്ട്, വലിയ ക്രമീകരണങ്ങളുണ്ട്, വലിയ തയ്യാറെടുപ്പുകളുണ്ട്, വലിയ സാമ്പത്തിക പിന്തുണ ഈ സംഘങ്ങൾക്ക് ഓരോന്നിനും വേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലവിൽ നിന്നിരുന്നെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത്തവണ കോർപ്പറേഷന്റെ ഫണ്ടുണ്ട്, സുരേഷ് ഗോപി MP-യുടെ ഫണ്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ഈ പുലിക്കളി സംഘങ്ങൾക്ക് മുന്നിൽ അങ്ങനെയുണ്ട്. ഇത്തവണത്തെ പുലിക്കളിയെ സംബന്ധിച്ചുകൊണ്ട് ഒട്ടേറെ വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ഓരോ സംഘവും ഓരോ ഇഞ്ചും മുന്നോട്ട് മത്സരിച്ച് ചുവടുവെച്ച് വരുന്നത് എന്നുള്ളതാണ്. നിശ്ചല ദൃശ്യങ്ങൾക്കും പുലിച്ചുവടുകൾക്കും പുലിയുടെ ഓരോ പുലിക്കളിയുമായി ബന്ധപ്പെട്ട ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനമാണ് കോർപ്പറേഷനും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ തൃശൂർ കോർപ്പറേഷന്റെ പുലിക്കളിയിലെ 1ാം സമ്മാനത്തിന്റെ തുക 3.5 ലക്ഷം രൂപയാണ്. 3.5 ലക്ഷം രൂപ. 2ാം സമ്മാനം പുലിക്കെട്ട്, പുലിവേഷം, പുലിവണ്ടി, അതോടൊപ്പം തന്നെ പുലിച്ചുവടുകൾ, മികച്ച അച്ചടക്കം പാലിക്കുന്ന ടീമുകൾ എന്നിങ്ങനെ ഓരോ സംഘങ്ങളെ സംബന്ധിച്ചുകൊണ്ടും പുലിക്കളിയുടെ ആവേശം, അങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടും ആവേശം ഇങ്ങനെ ഇരട്ടിച്ച് മുന്നോട്ട് പോകുന്ന ാണ്. വെളിയന്നൂർ ദേശത്തിനൊപ്പമാണ് ലെവിൻ കെ വിജയൻ ഉള്ളത്. അങ്ങനെ പുലിച്ചുവടുകൾ അരമണി കിലുക്കിക്കൊണ്ട് ഓരോ ചുവടുകളും വെച്ച് ആ കൊട്ടിന്റെ താളത്തിനൊപ്പം പുലികൾ ഇങ്ങനെ തൃശ്ശൂരിനെ, ശക്തന്റെ തട്ടകത്തെ കീഴടക്കാൻ തൃശ്ശൂരിലേക്ക് ഇങ്ങനെ ചുവട് വെച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിയ്യൂർ ദേശത്തിനൊപ്പം സൈഫുനിസ അലിയാറും, അയ്യന്തോൾ ദേശത്തിനൊപ്പം സഹിൻ ആന്റണിയും ലക്ഷ്മി പത്മയും ഉണ്ട്. സഹിനിലേക്കും ലക്ഷ്മിയിലേക്കുമാണ്. സഹിൻ, ലക്ഷ്മി, സൈഫുനിസ അവകാശപ്പെടുന്നത് വിയ്യൂർ ദേശം തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കും, അയ്യന്തോളിന് അങ്ങനെ കപ്പൊന്നും വിട്ടു തരില്ല എന്നാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാമോ? മാത്രമേ പറയാനുള്ളൂ. കാരണം പലതും നടക്കും കേരളത്തിൽ. തൃശ്ശൂരിൽ പലതും നടക്കും. അയ്യന്തോളിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഒപ്പം ഒരു സിംഹവും ഉണ്ട്. മാത്രമല്ല അയ്യന്തോളുകാർ ഇത്തവണ വരുന്നത് നോക്കിയേ, കോടയൊക്കെ പിടിച്ചിട്ടാ വരുന്നത്. ജിവിൻ തൊട്ടു ഇവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1ാം സമ്മാനം ഉറപ്പാണ്. അതെ, നോക്കൂ, കൊടയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടാണ് വരുന്നത്. ഒരു വെറൈറ്റി ഇല്ലേ? ഇങ്ങനെ പുലികൾ വരുന്നത് എപ്പോഴേലും ബിനിൽ കണ്ടിട്ടുണ്ടോ? അതാണ് അയ്യന്തോളിന്റെ മാസ് പ്രകടനം, മാസ്മരിക പ്രകടനം. നിസ്സാര കളിയല്ല, പലതും നടക്കും. ഞാൻ പറഞ്ഞില്ലേ, പല പുലി, വെള്ളപ്പുലി, ചുവന്ന പുലി, പച്ചപ്പുലി, അങ്ങനെ പല ടൈപ്പ് പുലി. ഇതിനകത്തേക്ക് കയറാൻ ശ്രമിക്കരുത്, അവർ തന്നെ പുറത്തേക്ക് ഇറക്കും. ലക്ഷ്മിജി, അതിക്രമം കാണിക്കരുത്. ബിനിലെ 51 പുലി എന്ന് പറഞ്ഞാൽ 51 പുലി തന്നെയാണ്. ഇതിനകത്ത് ഒരു സിംഹമുണ്ട്, ഒരു സിംഹം. ആ കരിമ്പുലിയുടെ ഒക്കെ
പെർഫോമൻസ് ഒന്ന് നോക്ക്. ഇതൊക്കെ സൈഫുനിസ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നടക്കുമോ? സൈഫുനിസ വിയൂർ ദേശത്ത് മാത്രം നിന്നുകൊണ്ട് അവിടെയാണ് സമ്മാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കോ? ഇങ്ങോട്ട് വാ, അയ്യന്തോൾ വന്ന് കാണ്, ഈ പെർഫോമൻസ് കാണ്. നമുക്ക് സൈഫുനിസയോട് ചോദിക്കാം, തുടരുക. സൈഫു, അയ്യന്തോൾ ഒന്ന് പോയി കാണണം. അവിടെ നിങ്ങൾ എത്ര വലിയ ഗടാഗടിയന്മാർ പുലികളെ ഇറക്കിയിട്ടും കാര്യമില്ല, കപ്പടിക്കുക എന്നുള്ളതാണ് അയ്യന്തോളിനെ പ്രതിനിധീകരിച്ച് സഹിനും ലക്ഷ്മിയും പറയുന്നത്. പിന്നെ കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം കൊട വെച്ച് മറയ്ക്കാനുള്ളതല്ല വിയ്യൂരിന്റെ ഭംഗി. വിയ്യൂരിന്റെ ഭംഗി കൊട വെച്ച് മറയ്ക്കാനുള്ളതല്ല. വിയ്യൂരിന്റെ പുലികളുടെ ഒരു ലുക്ക് ഇതാ, ഇത് കണ്ടോ? ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ. വിയ്യൂരിന്റെ പുലികളെ കൊട വെച്ച് മറയ്ക്കാനുള്ളതല്ല. ഒരു വെള്ളപ്പുലി, വിയ്യൂരിന്റെ സ്വന്തം വെള്ളപ്പുലി. അയ്യന്തോളോടെ കൊടയൊക്കെ വെച്ച് ഇറക്കിയേക്കണം. നമുക്കങ്ങനെ കൊട വെച്ച് മറക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? വരുന്നുണ്ട്, അത് പതുക്കനെ വരും. അവര് ആദ്യം ഇറങ്ങിയ ടീമല്ല, നമ്മൾ രണ്ടാമത് പിന്നാലെ വരുന്നുണ്ട്. അവരെക്കാൾ മുന്നിക്ക് എത്താനായിട്ട് എത്തും. വെള്ളസിംഹത്തെ കണ്ടതിന് അവർ ഞെട്ടിയിരിക്കുക. ഓല്ലേ, നിങ്ങളുടെ ടിവിയിലോ കണ്ടിട്ടുണ്ടാവാ അല്ലേ? ഇത് തന്നെയല്ലേ കണ്ടിട്ടുള്ളത്? ആയിരിക്കും. ഉഷാറാവട്ടെ എന്തായാലും. സിംഹത്തിന്റെ പേര് മണി. മണിസിംഹം. മണിസിംഹമാണ് കേട്ടോ. ഇത് പുലിയല്ല, ഇത് സിംഹമാണ്. ഇത് വെള്ള സിംഹമാണ്. ഒന്ന് വെള്ളസിംഹത്തിന് പുലി ഒന്ന് കളി ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ഓ പിന്നെന്താ, ആയിക്കോട്ടെ, അതേ കാണിക്കൂ. സഹിൻ ലക്ഷ്മി ചെക്ക് ഇതിനപ്പുറത്ത് വെക്കാൻ ഒരെണ്ണം കാണിച്ചതാ. ചെക്ക് ഇതിനപ്പുറത്ത് വെക്കാൻ അടുത്തത് ഞാൻ അടുത്ത് വെക്കാൻ പോ അങ്ങനെയാണെങ്കിൽ. സഹിൻ ലക്ഷ്മി ഇതാ ഒരു ചെക്ക് വെച്ചിരിക്കുന്നു. രണ്ട് വലിയ ഗടാഗടിയന്മാരായ പുലി ദാ ചെക്ക് വെച്ചിരിക്കുന്നു. സൈഫു ഒരു ചെക്കൂല. സൈഫ് തോറ്റിരിക്കും. സൈഫ് പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഈ അയ്യന്തോളുകാർ കൊട വെച്ച് മറച്ചിട്ടില്ല. അവരുടെ കുട ട്രാൻസ്പെറന്റ് കൊടയാണ്. കണ്ടു നോക്കൂ. ഇത് വിയൂര് മാത്രം കണ്ടിട്ട് വന്ന സൈഫ് അയ്യന്തോളിനെ പറഞ്ഞ് നമ്മൾ സമ്മതിക്കോ? അയ്യന്തോളിനെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളിതാ വരികയാണ്. പലതും ചേച്ചിമാരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടോ. ചേച്ചി, പുലീനൊക്കെ കണ്ടോ? ഏത് പുലിയായിരിക്കും സമ്മാനം അടിക്കാൻ നമ്മള് പറ? ഏത് പുലിയുടെ കൂടെ? അയ്യന്തോൾ ദേശം. അയ്യന്തോൾ ദേശം ആണോ? അതെ, ഉറപ്പാണ്. നിങ്ങൾ അയ്യന്തോളുകാരുടെ കൂടെ. അപ്പൊ നിങ്ങൾക്ക് ടീം ഏതെങ്കിലും ഉണ്ടോ? ഏത് ടീം ജയിക്കുന്ന പ്രഡിക്ഷൻ? നായ്ക്കലാണ് നമ്മള് അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. എല്ലാം കാണാം. അതെ, ചേട്ടന്മാരൊക്കെ മാറിയിട്ടുണ്ട്. ചേട്ടന്മാരോടൊക്കെ ചോദിക്കാം. ലക്ഷ്മി, ചേട്ടന്മാരൊക്കെ ഇങ്ങനെ മാറി ഒളിച്ചിരിക്കണേ. എങ്ങനെയുണ്ട് ഇത്തവണ? ഉഷാറല്ലേ? അയ്യന്തോൾ അടിക്കോ? ഇതൊരു മത്സരമല്ല, എല്ലാരും പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ്. ഞങ്ങള് തൃശ്ശൂർകാരാ, അപ്പൊ എല്ലാ ടീമും ഞങ്ങളുടെ ടീമാ. പക്ഷെ എന്താ അയ്യന്തോൾ അടിക്കും? ഇത് തന്നെയാണ് പിന്നെ പ്രൊഫഷണലാണ് കാര്യങ്ങൾ. പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അയ്യന്തോൾ ജയിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. കാണാത്ത പലതൊക്കെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്ക വരില്ലേ? കാണാത്തത് പലതും കാണേണ്ടി വരും, കേൾക്കാത്തത് പലതും കേൾക്കേണ്ടി വരും. സഹിൻ ലക്ഷ്മി, സൈഫു തുടരുക. നമുക്കൊന്ന് വെളിയന്നൂർ ദേശത്തേക്ക് കൂടി പോകണം.